ഡബിൾ വാല്യുവേഷൻ എന്നവർ പറയുന്നത്. ഡബിൾ വാല്യുവേഷൻ. 2 ടീച്ചർമാരും, അതും പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, KTUവിന് കീഴിൽ ഏറ്റവും വലിയ അസിസ്റ്റന്റ് പ്രൊഫസർമാർ നോക്കിയിട്ട് അവർക്ക് പോലും കാണാൻ പറ്റാത്ത സംഭവം മൂന്നാമതൊരാൾ പിന്നെ ഇരുന്ന് നോക്കിയിട്ട് ഈ 2 ആൾക്കാരെ കൂടി വിലയിരുത്തിയിട്ട് മാർക്ക് ഇടുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മാർക്ക് 22 മാർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, റീവാലുവേഷൻ കൊടുത്തപ്പോൾ വേറെ ഏതോ ഒരു ടീച്ചർ രണ്ടാമത് നോക്കിയപ്പോൾ B ആണ് കിട്ടിയത്. അതായത് 22 B, ഒറ്റടിക്ക് B. ഫസ്റ്റത്തെ 2 ടീച്ചർമാർ. അതിന് ശേഷം ഇത് ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത വേറെ ആളുണ്ട്, ചീഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 3 ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക, അതൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കേട്ടിട്ടുണ്ട്. അതായത് ഈ നോക്കുന്നവരെ ഫോട്ടോ നമ്പർ സഹിതം റിസൾട്ട് ഒപ്പം അങ്ങ് കൊണ്ടുവരട്ടെ അവര്. കൊണ്ടുവരട്ടെ, ഫോട്ടോ നമ്പർ നമ്മൾ വിളിച്ചു വെക്കട്ടെ. ഇത് നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇടക്കിടക്ക് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലവരും വലിയ പൈസ കൊടുത്ത് പലവരും പേപ്പർ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ സബ്ജക്ട് തോറ്റു, റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ പിന്നെ നമുക്ക് ആ ഹാർഡ് വർക്ക് ചെയ്ത് എഴുതാനുള്ളത് ഒരിക്കലും വരില്ല. കാരണം ഹാർഡ് വർക്കിനെ അവരെ കാണാണ്ടാണ് അവർ പോകുന്നത്.